നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്റെ പൂർണ്ണ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും നടക്കുന്ന കാര്യമാണെങ്കിലല്ലേ നിങ്ങളോടൊക്കെ പറയാൻ പറ്റും. ഇതങ്ങനെയല്ലല്ലോ. ആ പഴയ സൂര്യ ഇനി ഉണ്ടാവില്ല. മാങ്ങാത്തൊലി, അങ്ങനെ ഇപ്പൊ നിന്നെ നശിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. ഇത് എന്ത് എവിടത്തെ ന്യായമാണെന്ന് ഞങ്ങൾക്കറിയണമല്ലോ. ഇനി അറിയാനൊന്നുമില്ല അർജുൻ. കെട്ടിയ താലി ഭാവന തന്നെ ഊരി തിരിച്ചു തന്നില്ലേ? എവിടെ അവളെ ഞാനൊന്ന് കാണട്ടെ. ഇന്നത്തോടെ ഞാൻ അവളുമായിട്ടുള്ള സകല ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാൻ പോവാ. സൂര്യ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആന്റിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്കും പ്രയാസമുണ്ട് എന്ന് കരുതി നീ നിന്റെ ജീവിതം വെച്ച് കളിക്കണോ? ആരെയും മാനസ, എനിക്ക് അവളെ ഒന്ന് കാണണം. അവളും ഇക്കാര്യത്തിൽ നിരപരാധിയാ. ഭാവന തന്നെയാ അവളെ ഇതിലേക്ക് വലിച്ചിട്ടത്. ഇക്കാരണം കൊണ്ട് അവൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയത്. പക്ഷെ എന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട മാനസ് ഈ വിവാഹത്തിന് തയ്യാറായത്. അവൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുന്നു. എടാ എടാ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ? നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം. പക്ഷേ ഭാവന സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി ഇങ്ങനൊരു ഒത്തുതീർപ്പുണ്ടാക്കിയതിന് ഇവരെല്ലാം എനിക്ക് വേണ്ടി എന്തോ ത്യാഗം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ ഔദാര്യമെല്ലാം എനിക്കെന്തോ നന്മയുണ്ടാവാൻ വേണ്ടിയാ. ഇതിന്റെ എല്ലാം ഭാരം എന്റെ തലയിൽ വന്ന് വീഴുക. കടപ്പാടുകളെയും ത്യാഗത്തിന്റെയും ഭാരം ഇനി എനിക്ക് താങ്ങാൻ വയ്യ. അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തയ്യാറാവേണ്ടി വന്നു. എടാ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? സ്വന്തം ഭാവി വെച്ചാണോ ഇങ്ങനെയുള്ള ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? എടാ, ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, ഒരു അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ. നമുക്കെടുക്കാൻ വയ്യാത്ത ഭാരമൊന്നും തലയിൽ ചുമക്കേണ്ട കാര്യമില്ല സൂര്യ. മുമ്പൊക്കെ നീയും ഭാവനയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റു പലർക്കും തെറ്റായി തോന്നുമെങ്കിലും അതിൽ നിങ്ങളുടേതായ ഒരു ശരിയുണ്ടായിരുന്നു. ആ ശരികളുടെ കൂടെയാ ഞങ്ങൾ നിന്നിട്ടുള്ളത്. കാരണം ആ ശരികളിൽ സത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാ പോകുന്നേ. നീ മാനസയുടെ കഴുത്തിൽ താലി കെട്ടരുത്. നീ താലി കെട്ടി ഒരു പെണ്ണ് കൺമുമ്പിൽ നിൽക്കുമ്പോ നിനക്ക് എങ്ങനെ അതിന് കഴിയും? നീ തീരുമാനം മാറ്റണം. അതെ. അതുകൊണ്ട് എന്താ കാര്യം? ഭാവന ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നെ ശുശ്രൂഷിക്കാൻ കഴിയാത്തൊരു ജീവിതം അവൾക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇട, ഭാവന പഴയതുപോലെ ആവില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഭാവനയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അവിടെ തിരിച്ചു വരും. പക്ഷെ കുറച്ച് സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ എന്റെ അമ്മ ഉണ്ടാവില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ, നീ എന്ത് മണ്ടത്തരയും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആന്റിക്കൊന്നും സംഭവിക്കില്ല. എടാ, ആന്റിയെ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഭാവന പഴയതുപോലെ ആവും. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാ. സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ മറ്റുള്ളവരുടെ എല്ലാ അവസ്ഥകളും നിസ്സാരമായി തോന്നും. എടാ, നിന്റെ മനസ്സിൽ ഈ മരവിപ്പ് ആദ്യം ഒന്ന് മാറ്റ്. ഒരല്പം സാവകാശത്തിൽ ചിന്തിക്കുക. അജുട്ടാ, നമുക്ക് അങ്കിളിനെ കണ്ട് സംസാരിക്കാം. അങ്കിളും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. ആന്റിയുടെ അസുഖം അങ്കിളിനെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. എടാ, ഇത് നീ അന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ആന്റിയോട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നല്ലോ. അതിന് അമ്മയ്ക്ക് ഭാവനയെ കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. ഭാവനയല്ലേ പെട്ടെന്ന് മാറിയത്. സോറി സൂര്യ, ഈ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കണം പൂജ. ഞാൻ എന്തിനു കള്ളം പറയണം? അല്ല, എന്താ അവൾ അങ്ങനെ പറയാനുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, ആന്റിയും രോഗി, ഭാവനയും രോഗി. ഒരു വീട്ടിലെ രണ്ട് സ്ത്രീകളും ബെഡ്രിഡൻ ആയാൽ പിന്നെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അത് തന്നെ ഭാവന മാറ്റി ചിന്തിച്ചത്. കൊള്ളാം, അവളുടെ തീരുമാനം എന്തായാലും കൊള്ളാം. അതും താലി കെട്ടിയ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള തീരുമാനം. അവർക്കെന്താ തലയ്ക്കുള്ളി വല്ല കുഴപ്പമുണ്ടോ? സൂര്യ അവളുടെ ഫ്രണ്ട് അല്ല, ഭർത്താവായിരുന്നു. അതെന്താ അവള് ചിന്തിക്കാത്തെ? അജുവേട്ടാ, ഇതൊന്നും ആയിരിക്കില്ല ശരിയായ കാരണം. ഇതിന് പിന്നിൽ ആരും അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട്.
ഇല്ലെങ്കിൽ സൂര്യ കെട്ടിയ താലി ഒരിക്കലും തിരികെ കൊടുത്തോണ്ട് അവൾ ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ല. അതെ സൂര്യ, പൂജ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണെങ്കിലും നിന്നെ ഉപേക്ഷിക്കാൻ ഭാവന തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റെന്തോ കാരണം ഇതിന്റെ പിന്നിലുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കല്ലേ. തലവിധിയിലൊന്നും വിശ്വസിക്കാത്തവനാ ഞാൻ. പക്ഷേ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ ഭാര്യയായി വന്നവൾ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്റെ മുമ്പിൽ അമ്മയുടെ അസുഖം മാറണമെന്ന ഒറ്റ ചിന്തയുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പൊ ഞാൻ താലി കെട്ടാൻ പോകുന്നത് അമ്മയ്ക്ക് വേണ്ടി ഒരു ചടങ്ങ് മാത്രമായിരിക്കും. അല്ലാതെ ഒരിക്കലും എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ പഴയ സൂര്യയാവാൻ ഇനി എനിക്കാവില്ല. എന്തുകൂടെ ഇത്? ഇല്ല സൂര്യ, നിന്നെ ഇങ്ങനെ നശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ ആദ്യം ഭാവനയൊന്ന് കാണട്ടെ. വേണ്ട പൂജ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അവളോടൊന്ന് സംസാരിച്ചെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കിപ്പോ പറയാനുള്ളത് ഇപ്പൊ തന്നെ പറയണം. അജോട്ടാ, എടാ സൂര്യ, എടാ നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. എടാ പറയുന്ന കേക്ക്. ഇപ്പോഴും മനസ്സില്ല മനസ്സോടെ ഭാവന ഞാനിവിടെ ഇരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജീവിതം എങ്ങനെയാ മനസ്സാ. ചില കാര്യങ്ങളൊക്കെ വൈകിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തതാവും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി ഞാനും ആന്റിയും തമ്മിലുള്ള പ്ലാനിങ് വല്ലതും ഇവൾ അറിഞ്ഞു കാണോ? അങ്ങനെ വരാൻ വഴിയില്ല. മനസ്സാ, മനസ്സാ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, ഈ സ്ഥാനത്ത് ഭാവനയല്ലേ ഇരിക്കേണ്ടിയിരുന്നെന്ന്. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ എന്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ കല്യാണത്തിന് വിളിക്കാതിരുന്നെ. അപ്പൊ ജോത്സ്യം പറഞ്ഞ കാര്യം പാവം മാനസികം അറിയില്ല. മാനസ പോലും അറിയാതെയാവും ആന്റി ജോത്സ്യനെ കൊണ്ട് ഇങ്ങനൊരു കള്ളം പറയിപ്പിച്ചത്. എനിക്കറിയാം, മനസ്സില്ല മനസ്സോടെയാണ് ഭാവന സൂര്യ മനസ്സിൽ നിന്നും പറിച്ചെറിഞ്ഞതെന്ന്. ആര് പറഞ്ഞു ഞാൻ സൂര്യ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞു എന്ന്? ഒരിക്കലും എനിക്കോ സൂര്യക്കോ അതിന് കഴിയില്ല എന്ന് നിനക്കറിയില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മരണം വരെ നിലനിൽക്കണം. സൂര്യയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ആവുമ്പോൾ ഒരിക്കലും അതിനൊരു തടസ്സമാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നീ കാത്തിരുന്നോ ഭാവന? ആദ്യം സൂര്യയുടെ താലി എന്റെ കഴുത്തിലോട്ടൊന്ന് കേറിക്കോട്ടെ. പിന്നെയാണ് നീ മാനസെ ആരാന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. വല്ലപ്പോഴുമെങ്കിലും സൂര്യ എന്നൊരു ഫ്രണ്ടിന്റെ സാമീപ്യം, അത് മാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവളുടെ മനസ്സ് മാറിയോന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഭാവന നോക്ക്, നിനക്കിനിയും ചിന്തിക്കാൻ സമയമുണ്ട്. ഒരിക്കലും നിന്നെ വേദനിപ്പിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. നിന്റെ മനസ്സ് എനിക്കറിയാം മനസ്സ. അവിടെയാണ് ഞാൻ സന്തോഷിക്കുന്നത്. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ജീവിതത്തിൽ ഞാനിപ്പോ തോറ്റുപോയി. ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം തന്നെ മാറ്റിയേനെ. അങ്ങനെ ചില സത്യങ്ങളാ ഞാനിപ്പോ മനസ്സിലാക്കിയത്. എന്താ ഭാവന? എന്താണെങ്കിലും എന്നോട് പറയാ. വേണ്ട മനസ്സ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ തോറ്റുപോയവളാ. മറിച്ച് ഞാൻ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ തീരുമാനം മാറ്റുമായിരുന്നു. സൂര്യ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
എന്റെ വിധി പോലെ തന്നെ ഞാൻ ജീവിച്ചു തീർത്തോളാം.